ചേട്ടൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പ്രതിഭാഗമായിരുന്നു, ഇത് വാദിയായിരുന്നു. ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയം ഒരേ കോർട്ട് റൂമിലുണ്ടായിരുന്നു. എൻ്റെ സീനിയർ ജൂനിയറാണ് കേസ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു വക്കീൽ ഭയങ്കരമായിട്ട് ഒബ്ജക്റ്റ് ചെയ്തു നമ്മുടെ കേസ്. ഞങ്ങൾ പറയുമായിരുന്നു ഇത് ഏതാ ഭ്രാന്തനാകണം ഇങ്ങനെ ഒബ്ജക്റ്റ് ചെയ്യുന്നതെന്ന്. എന്ന് പറഞ്ഞ വ്യക്തിയെ ഞാൻ കെട്ടുമെന്ന് പോലും ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല. കല്യാണ വീഡിയോയിലെല്ലാം നമ്മൾ പ്ലാൻ ചെയ്യാതെയാണ് ആക്ച്വലി ചിരിച്ചത്. എന്തോ ഈ മുഖം കണ്ടപ്പോൾ അങ്ങ് ചിരി വന്നു. നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഫ്രണ്ട്സിന്റെ എല്ലാം ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ബൾബിട്ട പോലെയാണ് നിൽക്കുന്നത്. தொலைந்ததே நன்றி சொல்லவே என் கனவும் மீண்டதே தேடல் தீராதது ஆதை மாறாதது வான் பார்த்து மழை கை கோர்த்து வரும் நாள் தானோ இதுவே உன் பார்வை கொள்ள பதில் ஒன்று கேட்க ஏதேதோ நெஞ்சம் சொல்ல காற்றில் வருகின்ற வாசம் தருகின்ற மலரும் பூமுகத்தின் ஞாபகம் சின்ன சிரிப்போடும் செல்ல நடிப்போடும் இன்னும் நீளாதோ நாட்களும் உலா போகும் கனா உலா போகும் ദിനാ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പൂ എനിക്ക് തന്ന വ്യക്തിയാണ്. ഞാനതിനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും അത് ഡ്രൈഡ് ആയിട്ട് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ആ പൂ തന്നതാണ് എനിക്ക് ഏറ്റവും വലിയ കാര്യമെന്ന് എനിക്ക് തോന്നുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഗുഡ് മോർണിംഗ് അമ്മ. ഞങ്ങൾ ഫോട്ടോഷൂട്ടിലാണ്.